ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ ദം ബിരിയാണിയാണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ഡൗൺ. സോ ബിരിയാണിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 6 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി ആൻഡ് 2-3 കഷ്ണം ജിഞ്ചറും കൂടി മിക്സിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 6 ഉള്ളി എടുക്കുക, അത് നന്നായിട്ട് മൂൺ ഷേപ്പിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പാൻ എടുത്തിട്ട് ഒരു വലിയ പാൻ എടുക്കുക, അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ആഡ് ചെയ്യുക, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റും കൂടി ആഡ് ചെയ്യുക മുളകിൻ്റെത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു തക്കാളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യാൻ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് 1 kg ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിമിൽ വെക്കാൻ. എന്നിട്ട് കുറച്ച് സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ രൂപത്തിൽ കിട്ടും. ഇങ്ങനെ ചിക്കൻ റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കേർഡും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കാൻ. ഇനി നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ബിരിയാണി റൈസ് നമ്മൾ ഓൾറെഡി കറി ഉണ്ടാക്കിയ പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സോ അതിലേക്ക് നമ്മൾ ബേ ലീഫ്, ജീരകം, സ്റ്റാർ ഇതൊക്കെ നമ്മൾ അതിലേക്ക് എണ്ണയിലേക്ക് ഇടാൻ. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച് ബിരിയാണി റൈസും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ച് തിളച്ച് വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് അതിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാൻ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ രൂപത്തിൽ റെഡിയായി കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് ബിരിയാണീൻ്റെ ലെയറിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈസ് ഇങ്ങനെ മാറ്റി വെക്കും ഒരു പ്ലേറ്റിലേക്ക്. എന്നിട്ട് നമ്മൾ ഓരോ ലെയറിലേക്ക് അടിയിൽ റൈസ് ആക്കും. എന്നിട്ട് ഫസ്റ്റ് ലെയറിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബിരിയാണി മസാല, അത് അധികം വെള്ളം പോലെ ആകാൻ പറ്റില്ല, എക്സാക്ട് മസാല പോലെ തിക്നെസ് ഉണ്ടാവണം. എന്നിട്ട് ആദ്യം നമ്മൾ അടുത്ത ലെയർ റൈസ് ഇടും. ആദ്യം നമ്മൾ ചിക്കൻ അതിൻ്റെ മേലോട്ടേക്ക് ഇടും. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒന്ന് അതിലേക്ക് കുറച്ച് ഗരം മസാലയും ഈച്ച് ലെയർ നമ്മൾ കുറച്ചൊന്ന് വിതറി കൊടുക്കാൻ. ആൻഡ് നമ്മൾ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് നല്ല ഫ്ലേവർ കിട്ടും. ആൻഡ് കുറച്ച് ഗീയും കൂടി അതിൻ്റെ മേലോട്ടേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ഈച്ച് ലെയറിൽ. എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ദം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം. ഇതേപോലെ നല്ലപോലെ ക്ലോസ് ഇൻടാക്റ്റായി വെച്ചിട്ടാണ് നമ്മൾ ദം ഇടാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാൻ. സോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി പുറത്തെടുക്കാം. നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്. ഇഫ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.